ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചരിത്രത്തിൽ നിന്ന് സത്യം. ചരിത്രമില്ലാതെ സത്യമില്ല. സത്യത്തിന്റെ ആധാരമോ ചരിത്രം. മോശെ പഴയ നിയമത്തിന്റെ വഴികാട്ടിയായിരുന്നു, എന്നാൽ യേശുവോ പുതിയ നിയമത്തിന്റെ വഴികാട്ടി. ഫറവോൻ എല്ലാ ആൺകുഞ്ഞിനെയും കൊല്ലാൻ കൽപ്പന കൊടുത്തു. മോശേനെ കൊന്നില്ല, കൊല്ലാൻ പറ്റിയില്ല. ഹേരോദ് 2 വയസ്സിന് താഴെയുള്ളവരെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചു. യേശുവിനെ കൊന്നില്ല, കൊല്ലാനും പറ്റിയില്ല. മോശെ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് കളഞ്ഞു, അതായത് മിസ്രയീമിനെ ജയിച്ചു. യേശു ലോകത്തിനെ ജയിച്ചു. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, അവന് എന്നിൽ യാതൊന്നുമില്ല എന്ന് പറയുന്നു. മോശ കൊട്ടാര ജീവിതത്തെ വെറുത്ത് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. യേശുവോ സ്വർഗരാജ്യത്തെ വെടിഞ്ഞ് ഭൂമിയിൽ ഇറങ്ങി വന്നു. മോശയോട് ദൈവം അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും സംസാരിച്ചു. സംഖ്യ പുസ്തകം 12:8 കാണുന്നു. ദൈവത്തെ ഒരു നാളും ഒരിക്കലും കണ്ടിട്ടില്ല. അവനെ കണ്ടത് പുത്രനായ യേശു മാത്രമേ. യോഹന്നാൻ 1:18 പറയുന്നു. സംഖ്യാപുസ്തകം 12:3 മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. യേശു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 11:29 പറഞ്ഞിട്ടുണ്ട്. മോശയുടെ ശുശ്രൂഷ ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയോ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. എബ്രയർ 7:11 ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. മോശെ കൊണ്ടുവന്നത് ന്യായപ്രമാണം, യേശു കൊണ്ടുവന്നത് സ്നേഹത്തിന്റെയും ആത്മാവിന്റെയും പ്രമാണം. റോമർ 7-ാം അധ്യായം ന്യായപ്രമാണവും റോമർ 8-ാം അധ്യായം ആത്മാവിന്റെ പ്രമാണവും. ന്യായപ്രമാണത്തിനാലെ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പൗൽ വിലപിക്കുന്നു. റോമർ 7:23 കാണുന്നു. ആത്മാവിന്റെ പ്രമാണം സ്നേഹപ്രമാണത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ എന്ന് വെല്ലുവിളിക്കുന്നു. മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എഴുതിയ എഴുത്തെ വിശ്വസിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ വചനത്തെയും വിശ്വസിക്കുമായിരുന്നു. മോശ എഴുതിയതിനെ നമുക്ക് വായിക്കാം, യേശു പറഞ്ഞതിനെ നാം കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:33 നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു എന്ന് പത്രോസ് പറഞ്ഞു. വെളിപ്പാട് 1:10 മുതൽ 13-ാം വചനം വരെ ഒരു കാഹളത്തിനൊത്ത ഒരു മഹാനാദം ധ്വനിക്കുന്നത് യോഹന്നാൻ കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കാൻ തിരിയുന്നു. ശബ്ദത്തെ കേൾക്കാം, പക്ഷെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ യോഹന്നാൻ ശബ്ദത്തെ കേൾക്കുന്നത് മാത്രമല്ല കാണുകയും ചെയ്യുന്നു. അവർ കണ്ടത് എന്ത്? നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കാണുന്നു. യേശുവിന്റെ തല മുതൽ പാദം വരെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ പൂർണ്ണത. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് പ്രാവുകളോട് തുല്യം, അവന്റെ കണ്ണുകൾ പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും. അവന്റെ കവിൽ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂവു പോലെയും അത് മൂറിൻ തൈലവും പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ, അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവന്റെ തുട അല്ലെങ്കിൽ കാലുകൾ തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ. അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. 1 കൊരിന്ത്യർ 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? യേശുവിന്റെ എല്ലാ അവയവങ്ങളും നമ്മുടെ അവയവങ്ങൾ എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അത് അവർ ജീവിക്കുന്നത് പോലെ നാം ജീവിക്കുന്നതിനെ കാണിക്കുന്നു. നമ്മെ നോക്കുന്നവരെല്ലാം യേശുവിനെ നമ്മിൽ കാണണം. ക്രിസ്തുവിനെ നാം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. ഇതാണ് യേശുവിന്റെ തിരുമേനിയിൽ കണ്ട ബോധന. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്റെ സാക്ഷികളാകുമെന്ന് യേശുവിടെ പറയുന്നു. ഈ സാക്ഷി യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും. ക്രിസ്തുവിന്റെ എല്ലാ അവയവങ്ങളെയും നമ്മോട് ഇണച്ച് പൗലോസ് പറയുന്നു. എല്ലാ അവയവങ്ങളിലും നാം ഒരു അവയവം എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായ അവയവങ്ങളുമാകുന്നു. ഇത് ശരീരമായ സഭയിൽ നമുക്ക് തന്നിരിക്കുന്ന വേലയെ അല്ലെങ്കിൽ ജോലിയെ വെളിപ്പെടുത്തുന്നു.
ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ നാം ഒരു അവയവം എന്നാൽ അത് നമുക്ക് നൽകപ്പെട്ട ജോലി, ശുശ്രൂഷയെ കാണിക്കുന്നു. ഓരോ അവയവങ്ങളും ശരീരത്തിൽ ഇണഞ്ഞ് അതതിന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയിൽ ഇണഞ്ഞ് നൽകപ്പെട്ട ജോലികൾ, ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യണം. ശരീരങ്ങളിൽ, അവയവങ്ങളിൽ ഭിന്നതയിരുന്നാലും അതിൽ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി എന്ന് എഴുതിയിരിക്കുന്നു. അവയവങ്ങൾ ഇണഞ്ഞ് ഒന്നായി പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിന് ബലവും ആരോഗ്യവും. എബ്രിയർ 10, 5, 6, 7 വചനങ്ങളിൽ യേശുക്രിസ്തുവിന് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഈ ശരീരത്തിലാണ് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നത് നിറവേറുന്നത്. റോമർ 12, 1, 2 വചനത്തിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നാം ശരീരത്തിൽ നിറവേറ്റണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിച്ച് രൂപാന്തരപ്പെടുകയുള്ളൂ. അല്പമായ ശരീരം മഹിമയുള്ള ശരീരമായി മാറും. ബലഹീനമുള്ള ശരീരം ബലമുള്ള ശരീരമായി മാറും. ജന്മ ശരീരം ആത്മീയമായ ശരീരമായി മാറും. അഴിയുന്ന ശരീരം അഴിയാത്ത ശരീരമായി മാറും. ഇങ്ങനെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5 അധ്യായം 2, 3, 4 ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ആദാമും ഹവ്വയും നഗ്നരായിരുന്നാലും അവർക്ക് നാണം തോന്നിയില്ല. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. ആദാം ഒളിച്ചു എന്നാൽ ഒളിവ് മറവിൽ പോയി എന്നാണ്. ഒളിക്കുന്നതോ മറച്ചു വയ്ക്കുന്നതോ ഇല്ലാത്ത ഒരു ജീവിതമാണ് പ്രകാശമുള്ളതാകുന്നത്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. നാം എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. രാത്രി എന്നത് മറഞ്ഞിരിക്കുന്നതിനെയും ഇരുൾ എന്നത് ഒളിഞ്ഞിരിക്കുന്നതിനെയും കാട്ടുന്നു. ഒളിവും മറവും ഇല്ലാത്തതാണ് പകലും വെളിച്ചവും. സങ്കീർത്തനം 37:6 നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നഗ്നനായി വന്നു നഗ്നനായി പോകുന്നു എന്നതാണ് ഇയ്യോബിന്റെ ജീവിതം. നഗ്നനായി കാണില്ല എന്നതാണ് പൗലോസിന്റെ ജീവിതം. ഇത് നമ്മുടെ ശരീരമേൽപ്പിനെ പ്രാപിക്കുന്നതിനെ കാട്ടും. 1 കൊരിന്ത്യർ 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങളോ ക്രിസ്തുവിന്റെ ശരീരമായും തനിത്തനിയെ അവയവങ്ങളായും ഇരിക്കുന്നു. ഈ ചരിത്രത്തിനും സത്യത്തിനും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം.